ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. പ്രത്യേകിച്ച് വിശേഷിച്ച് എന്തെങ്കിലും ദിവസമാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിശേഷിച്ചിട്ട് വീട്ടിലാരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിലോ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സൊക്കെ തയ്യാറാക്കാറുള്ളതാണ്. പക്ഷേ ഇതുപോലൊരു സ്വീറ്റ് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സും നാവും ഒക്കെ ഒരുപോലെ നിറയുന്നതായിരിക്കും. ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്കിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 500 ml പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ കവർ പാല് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ പാലെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ പാലെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുകയാണ്. നല്ല രീതിയിൽ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് പാല് പിരിഞ്ഞ് കിട്ടും. ഈ വിനാഗിരിക്ക് പകരം നമുക്കിതിലേക്ക് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പാലെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഇതിലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം. വെള്ളം കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കാര്യമാണ് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 കിലോ ക്യാരറ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ്. അപ്പോൾ നമ്മളിത് കൈ വെച്ചിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് അരിഞ്ഞിടാൻ വേണ്ടി നിൽക്കരുത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുത്തേക്കണം. അതുപോലെ തന്നെ മിക്സിയിലിട്ട് അങ്ങനെ അരച്ചും എടുക്കരുത് കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കുമ്പോഴാണ് ആ പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 1/2 കിലോ അളവിലാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല രീതിയിൽ നമ്മുടെ ഈ ക്യാരറ്റ് എല്ലാം ഒന്ന് വെന്ത് കിട്ടണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് എന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെയ്യിൽ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വേറെ വെളിച്ചെണ്ണയിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ സൺഫ്ലവർ ഓയിലൊന്നും പറ്റില്ല. നെയ്യിൽ തയ്യാറാക്കുമ്പോൾ മാത്രമാണ് എപ്പോഴും ഇതുപോലുള്ള സ്വീറ്റ്സിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഏകദേശം ഒരു 3-4 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ക്യാരറ്റ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് എല്ലാം നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം ചെറിയൊരു ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ബീട്രൂട്ട് മതിയാവും. അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ ജാറിലിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തതാണ്. ഒരു അരിപ്പയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്ത തെളിഞ്ഞ വെള്ളമാണ്, തെളിഞ്ഞ ജ്യൂസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഫുഡ് കളറിന് പകരം നമുക്ക് ഇത് രണ്ടും ഒഴിവാക്കിയിട്ടും നമുക്ക് ഈ ക്യാരറ്റിൻ്റെ കളർ മാത്രത്തിൽ ആ ഒരു രീതിക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരല്പം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളർ പാടയൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫുഡ് കളറിനേക്കാളും എന്തുകൊണ്ടും ഇതുപോലെ നമ്മൾ ഇതിലേക്ക് കളർ ചേർക്കുന്നതാണ് നല്ലത്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ ഫ്രണ്ടിൽ ഉണ്ടാവില്ല. ആ ഒരു രീതിക്കായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഒരുപാട് ബീട്രൂട്ട് ആകരുത്. ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു ബീട്രൂട്ട് മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ ബീട്രൂട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി അളവിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ല രീതിയിലൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. 1/2 കപ്പിൽ നിന്നും ഒരു അല്പം കൂടി കൂടുതലായിട്ടാണ് ഞാനിപ്പോൾ മധുരം പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മാത്രം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും.
പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ശർക്കര ചേർക്കുന്നതിൻ്റെയും പഞ്ചസാര ചേർക്കുന്നതിൻ്റെയും ടേസ്റ്റ് രണ്ടും വ്യത്യാസമാണ്. എങ്ങനെയും പഞ്ചസാര ചേർത്ത് തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലുള്ള സ്വീറ്റ്സൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഒരല്പം കളറൊക്കെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഫുഡ് കളറൊന്നും ചേർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ബീട്രൂട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്ത് സൂപ്പറായിട്ട് കളറൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. എന്താ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി വരട്ടെ. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കരുത്. നമ്മുടെ ഈ പഞ്ചസാരയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ലതുപോലെ ഇതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യങ്ങളാണ്. നമ്മളിതാ നേരത്തെ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പനീർ ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത്. കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. നമ്മൾ ഈ ഏലക്ക പൊടി ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാവും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി. നമ്മൾ ഈ മധുരമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ ഈ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റിലേ നമ്മുടെ ഈ ക്യാരറ്റൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പനീർ ചേർക്കാൻ വേണ്ടി പാടില്ല. ഇതുപോലെ പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുത്ത് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ പനീറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. പനീർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് ഈ വലിയ വലിയ പീസായിട്ടുള്ള ഈ പനീറൊക്കെ ഒന്ന് ചെറിയ പീസായിട്ട് കുട്ടി പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഈ പനീറൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 സ്പൂൺ അളവിൽ നെയ്യും കൂടി ലാസ്റ്റിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതെന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എത്ര പേര് ഇതുപോലെ ഒരു ക്യാരറ്റ് സ്വീറ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് വിശേഷിച്ച് വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ഒരു സ്വീറ്റൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടമാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ എന്നെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.